ലെനോവോയുടെ ലെനോവോ ഐഡിയ ടാബ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 17,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ ഐഡിയ ടാബ് എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ലെനോവോ ഐഡിയ ടാബിൽ 11 ഇഞ്ചിൻ്റെ 2.5K റെസൊല്യൂഷനാണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2560x1600 ആണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം സ്മാർട്ട് ഫോണുകളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമോലെഡ് ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴും നമുക്ക് LCD പാനലേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓക്കെയാണ്. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ടാബുകളിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഓക്കെ എന്ന് പറയാം. പിന്നെ 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ടാബിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 480 ഗ്രാമാണ്. ഈ ഒരു ടാബിൽ ലെനോവോയുടെ ടാബ് പെന്നിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ടാബിൻ്റെ ലൂണ ഗ്രേ എന്ന ഒരു കളർ വേരിയൻ്റാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രോസസ്സറിൻ്റെയും പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 6300 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫോണുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതല്ല എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷേ ടാബുകളുടെ കാര്യത്തിലോട്ട് വരുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ് ഇത് എന്ന് പറയാവുന്നതാണ്. ടാബുകളിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ കണ്ടുകൊള്ളണം എന്നില്ല. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ടാബുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ടാബുകളിലും മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99, ഹീലിയോ G100 ഇതുപോലുള്ള പ്രോസസ്സറൊക്കെയാണ് വരുന്നത്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഇത്. ടാബ് ആണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. ഈ ഒരു ടാബിൽ 8GB റാമും 256GB ഇൻറ്റേർണലും തന്നെ ബേസ് വേരിയൻറ്റിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. LPDDR4Xൻ്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. Android 15 ബേസായിട്ടുള്ള ZUI സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 8 MP ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് ഈ ടാബിൽ വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമല്ല. ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ടാബുകളുടെ കാര്യത്തിൽ ഓക്കെ എന്ന് പറയാവുന്നതാണ്. പൊതുവേ ടാബ് നമ്മൾ ഒരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ കൂടുതലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ടാബിൻ്റെ ക്യാമറ നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറ്. അപ്പം ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ മതി എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 7040 mAh ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം പല ഫോണിനുള്ളിലും ഇതിലും കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിന്. എന്നാലും ആവറേജ് ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാം. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. തിരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ബാറ്ററി കപ്പാസിറ്റി അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തതിൽ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ആവറേജ് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 2.5K റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ 5G സപ്പോർട്ട് നിർബന്ധമാണ് എന്നുണ്ടെങ്കിലും ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ലെനോവോയുടെ ലെനോവോ ഐഡിയ ടാബ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസിങ്ങിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതാണ് ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.